ഹായ്, ഇന്ന് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിനെ പറ്റി സംസാരിക്കാം. ഇൻഡോർ പ്ലാന്റ്സ് വളർത്തുന്ന രീതിയല്ല, ഇൻഡോർ പ്ലാന്റ്സ് അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സ്റ്റൈലിങ്ങും. നമുക്ക് എല്ലാവർക്കും പൊതുവെ ഇൻഡോർ പ്ലാന്റ്സ് വളരെ ഇഷ്ടമാണല്ലേ. നിറയെ ചെടികളുള്ള ഒരു വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് അല്ലേ. കണ്ണിന് നല്ലൊരു കുളിർമ കിട്ടും, അതേപോലെ തന്നെ മനസ്സിന് വളരെ ഒരു പീസായിട്ടുള്ള ഒരു ഫീലിംഗാണ് നമുക്ക് നിറച്ച് ഈ ചെടികൾ കാണുമ്പോൾ കിട്ടുന്നത്. അത് ആ ഗ്രീൻ കളറിൻ്റെയാണ്. ഗ്രീൻ കളറിന് വളരെ ശാന്തത, നമ്മുടെ മനസ്സിന് ശാന്തത കൊടുക്കാനായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ടെന്നാണ് സയൻറ്റിസ്റ്റ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഗ്രോത്തോ കെയറോ അതൊന്നുമല്ല, പക്ഷേ അതിൻ്റെ സ്റ്റൈലിങ്ങാണ്. നമുക്ക് ധാരാളം ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടായിരിക്കും, പക്ഷേ അത് അറേഞ്ച് ചെയ്യുന്നതിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അല്ലെങ്കിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് അത് അറേഞ്ച് ചെയ്യുന്നതിലാണ് അതിൻ്റെ ഒരു 50% ബ്യൂട്ടി ഇരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കിന്ന് നോക്കാം. ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ചില പ്ലാന്റ്സൊക്കെ ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നട്ട് നോക്കി. നമ്മുടെ ഈ ഒരു ഡ്രസ്സിങ്ങിൽ തന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡാണല്ലോ മിക്സ് ആൻഡ് മാച്ച് അല്ലേ. നമുക്ക് ഉള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പല കളേഴ്സ് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിടും. അപ്പോൾ അതൊരു നമുക്ക് എപ്പോഴും ഒരു പുതുമ നൽകുകയും ചെയ്യും, ഒരു ഡിഫറെൻറ്റ് നമ്മുടേതായ ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനും നമുക്കതുകൊണ്ട് സാധിക്കും. അതേപോലെ നമ്മുടെ പ്ലാന്റ്സിൽ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാലോ. ഈ ഒരു വീഡിയോയിൽ എൻ്റെ കയ്യിൽ ഞാൻ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് കാണിച്ചു തരാം. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്കും അത് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പ്ലാന്റ്സ് വെച്ച് ഇതിനേക്കാളും ബ്യൂട്ടിഫുള്ളായിട്ട് ചിലപ്പം അത് ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് വൺ ഓഫ് മൈ ഫേവറേറ്റ് മിക്സ് ആൻഡ് മാച്ച്. ഇതിൽ ടോട്ടൽ 3 പ്ലാന്റ്സ് ഉണ്ട്. ആദ്യമായിട്ട് ഇതിൽ ഉള്ളത് മൈക്കൻസ് ആണ്, ഫിലോഡെൻഡ്രോൺ മൈക്കൻസ്. പിന്നെ ഉള്ളത് നിയോൺ ഫിലോഡെൻഡ്രോൺ എന്നറിയപ്പെടും, അതുപോലെ തന്നെ ലെമൺ ലൈം എന്നും അറിയപ്പെടും. മൂന്നാമത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് ടേർട്ടിൽ വൈൻ. ഈ 3 ഫിലോഡെൻഡ്രോണും നിങ്ങൾക്കറിയാം അപ്രൈറ്റ് ഗ്രോത്ത് അല്ല, ഇത് ട്രെയിലിംഗ് ടൈപ്സ് ആണ് അല്ലേ. അതേപോലെ തന്നെയാണ് ഈ ടേർട്ടിൽ വൈനും, ഇതും ട്രെയിലിംഗ് ആണ്. ഇങ്ങനെ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് ഇടാൻ ഈ 3 പ്ലാന്റ്സും നല്ല ഭംഗിയാണ്. അതുകൊണ്ടാണ് ഇത് ഞാൻ 3 സെലക്ട് ചെയ്തത്. ഈ 3 പ്ലാന്റ്സിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഒരു ക്ലോസർ വ്യൂവിൽ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും. സത്യമല്ലേ ഞാൻ പറഞ്ഞത്, നല്ല ഭംഗിയില്ലേ. ഇതേപോലെ വേറെ സംഭവം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ലെമൺ ലൈമും ഫിലോഡെൻഡ്രോൺ ബ്രസീലും. ലെമൺ ലൈമിൻ്റെ ഇലയാണെങ്കിൽ നല്ല ഫ്ലൂറസൻ്റ് ഒരു യെല്ലോ ആണ്. ബ്രസീലിലാണെങ്കിൽ ഒരു യെല്ലോ ഒരു സ്ട്രൈപ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു നല്ല കോമ്പിനേഷനാണ് അത് രണ്ടും കൂടെ. ഇതാണ് എൻ്റെ ചെടികളെല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഏരിയ. ഒരു നല്ല ഷെയ്ഡുള്ളൊരു സ്ഥലമാണ് വീടിൻ്റെ പുറകുവശത്ത്. ഏത് പ്ലാന്റും പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പം ഇതുപോലെ ഷെയ്ഡ് വയ്ക്കണം. ഇത് ഫിലോഡെൻഡ്രോൺ മൈക്കൻസും ലെമൺ ലൈമും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ. ഇത് നിങ്ങൾ എൻ്റെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും അല്ലേ. ഫിലോഡെൻഡ്രോൺസ് വളരെ ഈസി ടു കെയർ പ്ലാന്റ് ആണ്. നമ്മുടെ ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റിൽ വളരെ നന്നായിട്ട് വളരും. ഇതിൻ്റെ എടുത്തു പറയാനുള്ള ബെനിഫിറ്റ്സ് പറഞ്ഞാൽ വളരെ എളുപ്പം വളർത്താം, എളുപ്പം പ്രൊപ്പഗേറ്റ് ചെയ്യാം, വളരെ ഫാസ്റ്റായിട്ട് വളരും, അതുപോലെ തന്നെ അധികം പെസ്റ്റ് അങ്ങനെ ഒന്നും അറ്റാക്ക് ചെയ്യത്തുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ബിഗിനേഴ്സിൻ്റെ പ്ലാന്റ്സ് എന്നറിയപ്പെടുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പോത്തോസ് അഥവാ മണി പ്ലാന്റിലേക്ക് വരാം. ഇത് 2 തരം മണി പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ പോത്തോസാണ്. ജെയ്ഡ് പോത്തോസ്, അതായത് പച്ച കളർ മാത്രമുള്ള പോത്തോസാണ് ജെയ്ഡ് പോത്തോസും. മറ്റത് നിയോൺ പോത്തോസ്, ആ നല്ല ഫ്ലൂറസൻ്റ് യെല്ലോ കളറുള്ളതാണ് നിയോൺ പോത്തോസ്. എല്ലാ പ്ലാന്റ് ലവേഴ്സിൻ്റെയും ഫേവറേറ്റ് ആണത്. ഇനി ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായിട്ട് ലീവ്സിന് ഒരു കളർ കോൺട്രാസ്റ്റും ഒന്നുമില്ലാതെ 2 വെറൈറ്റിയും ഗ്രീൻ തന്നെ ആയിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് കാണിച്ചു തരട്ടെ. ജെയ്ഡ് പോത്തോസും അതേപോലെ തന്നെ ടേർട്ടിൽ വൈനും. ഇത് രണ്ടും കൂടെ ചേർത്ത് നല്ലൊരു തിക്ക് ലഷ് ആയിട്ടുള്ളൊരു ഹാങ്ങിങ് ബാസ്ക്കറ്റ് നിങ്ങൾക്ക് തയ്യാറാക്കാം. നെക്സ്റ്റ് ബ്ലാക്ക് സിങ്കോണിയും ടേർട്ടിൽ വൈനും. ഈ ബ്ലാക്ക് സിങ്കോണിയം ബ്ലാക്ക് മണി പ്ലാന്റ് എന്നും അറിയപ്പെടും കേട്ടോ. നല്ല ഭംഗിയുള്ള ലീവ്സാണ്. ഇതിൻ്റെ താഴ്വശം ടോപ്പ് ഒരു ഡാർക്ക് ഗ്രീനും ബോട്ടം സൈഡ് ഒരു മെറൂൺ ഷെയ്ഡുമാണ്. ഇത് രണ്ടും കൂടെയുള്ള കോമ്പിനേഷൻ ഭയങ്കര ഭംഗിയാണ്.
ഇത് ഞാൻ ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ തന്നെയാണ് വളർത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ താഴെ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് മാർബിൾ ക്യൂൻ പോത്തോസും ബേൾമാർക്സുമാണ്. ഇത് പോത്തോസും ഫിലോഡെൻഡ്രോണും കൂടെയുള്ള ഒരു മിക്സ് ആൻഡ് മാച്ചാണ്. ഇത് നല്ല ബുഷിയായിട്ട് വളർന്നു നിൽപ്പുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഏകദേശം സിമിലർ ട്രെയ്റ്റ്സും ഒരു ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ഉള്ള 2 തരം പ്ലാന്റ്സ് ഒന്നിച്ച് വെക്കുമ്പം അവർ ഭയങ്കര ഹാപ്പിയാണെന്നാണ്. നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷിയായിട്ട് വളർന്നു നിൽപ്പുണ്ട്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് ആട്ടോ, സ്നേക്ക് പ്ലാന്റും നിയോൺ പോത്തോസും. ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല നീളമുള്ള ടോൾ പ്ലാന്റും അതിൻ്റെ താഴെ ബോട്ടമിൽ നമ്മൾ ഈ പോത്തോസ്, അത് നിയോൺ തന്നെ ഞാൻ വെക്കാനായിട്ടൊരു പർട്ടിക്കുലർ റീസൺ ഉണ്ട്. നിയോണിൻ്റെ കളർ അറിയാമല്ലോ, നല്ല ഫ്ലൂറസൻ ഗ്രീനിഷ് യെല്ലോ. അതേപോലെ തന്നെ ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ സൈഡിൽ കണ്ടോ, എല്ലാ ലീവ്സിൻ്റെ സൈഡിലും ഒരു അല്പം ഫ്ലൂറസൻ്റ് തന്നെ പറയാം, ഒരു യെല്ലോ ഇതുണ്ട്. അപ്പോൾ അത് നല്ലൊരു കോമ്പിനേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ. ഇപ്പോൾ കാണിച്ച കോമ്പിനേഷൻസിൽ നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് ഏതാണെന്ന് കമൻസിൽ അറിയിക്കണം. ഓക്കെ, എങ്ങനെ വീഡിയോ ഇഷ്ടമായോ? ഒരു പുതുമയില്ലേ? ഇങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള പ്ലാന്റ്സ് വെച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. പല തരത്തിൽ, കൂടുതലും ഞാൻ നേരത്തെ കാണിച്ച പോലെ നല്ല കളർ കോൺട്രാസ്റ്റ്, ലീവ്സിൻ്റെ കോൺട്രാസ്റ്റ് കളേഴ്സ് വെച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. പല തരമുണ്ട് ഈ മിക്സ് ആൻഡ് മാച്ച്. അതിൽ ഒരു രീതിയാണ് ഈ കളർ കോൺട്രാസ്റ്റ്. മറ്റു പലതരത്തിലുള്ളത് വരുന്ന ഇനി ഫ്യൂച്ചർ വീഡിയോസിൽ നമുക്ക് കാണാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.